മാത്രമല്ല, ഇവിടെ ആരാധനാലയങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി ആയുധപ്പുരകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മദ്രസകൾ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭീകരന്മാരുടെ ഒളിത്താവളമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാം ഗൂഢമായ ഒരു കേന്ദ്രങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ എളമരം കരീം പറഞ്ഞത്, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നവന്റെ അരയിൽ ബോംബുണ്ടാകും, അത് നിങ്ങൾ തപ്പി നോക്കണമെന്നാ പറയുന്നത്. ഇവിടെ പള്ളികൾ തീവ്രവാദ കേന്ദ്രങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, മദ്രസകൾ ഭീകരവാദത്തിന്റെ ഉൽപാദന കേന്ദ്രങ്ങളാണെന്ന് പറയുന്നവർ, പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നവന്റെ മടിയിൽ ബോംബുണ്ട്, അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നവർ, ആൾ ദൈവങ്ങളുടെ ആ പുണ്യാശ്രമങ്ങൾ, ആ പുണ്യാശ്രമങ്ങളിൽ ദുരൂഹത ആരോപിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരനോടൊപ്പം സായുജ്യമടയാനെന്ന് ഇടത് മന്ത്രിമാരും ക്യൂ നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ അവിടെ ദുരൂഹതയുണ്ട് എന്ന് പറയാൻ സാധിക്കും? അത്തരം കേന്ദ്രങ്ങളെ വിസ്മരിച്ചുകൊണ്ടാണ് ആരാധനാലയങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുസ്ലിങ്ങളുടെ സാംസ്കാരിക തനിമ തല്ലിത്തകർക്കാൻ, അവരെ ഒറ്റപ്പെടുത്താൻ, അവരെ ഭീകരവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണിന്ന് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു പുതിയ മുദ്രാവാക്യമാണ് വന്നിട്ടുള്ളത്. എന്താണ്? എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്കൊക്കെ സന്തോഷം കിട്ടാനാണ് അവസാനം പറഞ്ഞ്, ആ ലിസ്റ്റിൽ പെട്ടില്ല എന്ന് പറഞ്ഞാൽ സായുജ്യമടയാവുന്ന ചില ആളുകളുണ്ട്. മറിച്ച് എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. ഇത് RSSകാർ പറയുന്നു, CPMകാർ പറയുന്നു, RSSനെ സഹായിക്കുന്ന വാർത്താമാധ്യമങ്ങൾ പറയുന്നു, സിനിമ പറയുന്നു. എല്ലാവരും ഇതേ മുദ്രാവാക്യമാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒട്ടനേകം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത RSSകാരന്റെ മതം ഇവിടെ ആരും വിളിച്ചു പറയുന്നില്ല? ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദ് തല്ലിത്തകർത്തവരെ എന്തുകൊണ്ട് തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നില്ല? ഗുജറാത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്ത നരേന്ദ്രമോദിയുടെ മതമേതാണെന്ന് എന്തുകൊണ്ടാരും പറയുന്നില്ല? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനലായ ലാൽ കൃഷ്ണ അഡ്വാനിയുടെ മതമേതാണെന്ന് ആരും പറയുന്നില്ല. അതെന്താ? ഇവരാരും ഭീകരവാദികളല്ലേ? ബോംബെയിലെ ബാൽ താക്കറെ ഭീകരവാദിയല്ലേ? ആരാണ് ഇവിടെ ഭീകരവാദി? എന്തടിസ്ഥാനത്തിലാണ് എല്ലാ ഭീകരന്മാരും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത്? ലോകത്തെല്ലായിടത്തും നാശനഷ്ടങ്ങൾ മാത്രം വിതച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ജോർജ് ബുഷിന്റെയോ ഇസ്രായേലിന്റെയോ മതമേതാണെന്ന് ഇവിടെ ഒരൊറ്റ കുട്ടിയും പറയുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇവിടെയാണ് NDF-നെ പോലെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസക്തി. ഇത്തരം അന്യായങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കണം. ഈ അപകടകരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിൽ ബോധവൽക്കരണം നടത്തണം. ഈ അക്രമികളുടെ മുന്നിൽ ധീരമായ നിലപാടോടുകൂടി മുന്നോട്ടു പോകണം. ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ട രംഗത്തിറക്കുകയും വേണം. ഇത്തരം പ്രവർത്തനങ്ങൾ NDF ചെയ്യുമ്പോ ചില ആളുകൾ പറയുന്നു, ഇതൊന്നും നിങ്ങൾ നടത്തേണ്ട, ഞങ്ങൾ നടത്തിക്കോളാം. CPM പറയുന്നത് എന്താ? NDF-ന്റെ പ്രവർത്തനം ഇസ്ലാമികമല്ല എന്നല്ല അവരുടെ വാദം. അവര് പറയുന്നു, ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളാണ് ചെയ്തത്, അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഞങ്ങൾ തന്നെ ചെയ്യും. അത് ചെയ്യാൻ സമുദായത്തിൽ നിന്ന് വേറെ ആളുകൾ രംഗത്ത് വരേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ നോക്കിക്കോളാം എന്നാ പറയുന്നത്. ഇത്ര കാലം മുസ്ലിങ്ങൾ മതേതര വിശ്വാസികളെ ഭാരമേൽപ്പിച്ചുകൊണ്ട് വിശ്രമിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 60 വർഷക്കാലം മുസ്ലിങ്ങൾ ചെയ്തത് അതാ. പക്ഷെ എന്താ ഇവിടെ സംഭവിച്ചത്? ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധീരമായ ഒരു നിലപാടെടുത്ത ചരിത്രം നമുക്ക് കേൾക്കാൻ സാധിക്കുമോ?